ഹലോ, ഇന്നെൻ്റെ സ്വന്തം ഏട്ടൻ്റെയും നാത്തൂൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കുറച്ച് കുടുംബക്കാരെയും വിളിച്ച് ചെറിയൊരു പരിപാടി നടത്തി. ചെറിയൊരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എല്ലാവരും വന്നപ്പോൾ ഉണ്ടല്ലോ വലിയൊരു പരിപാടിയായിട്ടോ. കുറച്ച് വലിയൊരു ഫാമിലി ആട്ടോ എൻ്റേത്. അപ്പോൾ ചെറിയൊരു പരിപാടി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ അത് ഭയങ്കര രസമാണ്. ഇപ്പം എന്താ രസം എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടന്മാർക്കും ഏച്ചിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ കല്യാണം കഴിഞ്ഞ് മക്കളും ആയി. അപ്പോൾ എല്ലാവരും അതുമായിട്ട് കുറച്ച് എൻഗേജ്ഡ് ആണ്. അയനെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒരു ഇതിപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ ഒരു കൊല്ലം ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടെ ഇഷ്ടമായത് നിനക്ക്, അല്ലെങ്കിൽ എന്താണ് നിനക്ക് ഇവിടെ ഇഷ്ടപ്പെടാതെ? നാത്തൂൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിക്കാറുണ്ടോ? പണിയൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കിടന്നുറങ്ങുകയാണോ? ആണല്ലേ. ഓക്കെ ഓക്കെ. ഹസ്ബൻഡ് എങ്ങനെയാണ്? ഒരു ഈ കാണുന്ന ശരിക്കുള്ള അടിയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു സ്നേഹപ്രകടനം. അപ്പോൾ ചെറിയൊരു സെറ്റപ്പിൽ ഞങ്ങൾ പരിപാടി വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. കുറച്ച് ദിവസമായിട്ട് വളരെ സന്തോഷത്തിലാട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ വിചാരിക്കാറുണ്ട് നാട്ടിൽ വന്നിട്ട് അടിച്ച് പൊളിക്കണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന്. അത് ഈ പ്രാവശ്യം എന്താ നല്ലോണം അങ്ങോട്ട് മുതലാക്കിട്ടോ. അപ്പം നമ്മുടെ കേക്ക് കട്ടിങ് ടൈം ആയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഫലൂദയെന്നാണ്, എനിക്ക് തോന്നുന്നു മിക്ക പരിപാടിക്കും ഞങ്ങൾ ഫലൂദയിൽ തന്നെയാണ് കേക്ക് വാങ്ങിക്കാറെന്ന്. നല്ല കേക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവിടുത്തെ കേക്കിന്. സ്വന്തം പരിപാടി എങ്ങനെയൊക്കെ കൊളാക്കാന്ന് ആലോചിക്കുന്ന എൻ്റെ ഏട്ടൻ എന്ന് എങ്ങനെയൊക്കെ കേക്കിൽ കുളിപ്പിക്കുന്നു കാണാൻ കുത്തിരിക്കുന്ന എൻ്റെ കുടുംബക്കാർ. ഏട്ടൻ എന്തായാലും കേക്ക് കുളിപ്പിക്കും, കാരണം ഏട്ടൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേ പേർക്ക് കുറച്ച് പണി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഉറപ്പാണ് കേക്കിൽ കുളിക്കും. ഇനി കുറച്ച് നേരം ഞാൻ മിണ്ടാതിരിക്കാം, നിങ്ങൾ കേക്ക് കട്ടിങ്ങും അതിൻ്റെ അലമ്പാക്കലും ഒക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഒരു കേക്കിനെ കൊടുത്തിട്ടെങ്കിലും പോയോ കണ്ണു മുഖം വേണ്ടി കഴുകിട്ട് പോരി. ഈ സൈഡിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛനും, പിങ്ക് കളർ ചുരിദാർ ഇട്ടത് അമ്മയാണ് കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് കളർ ചുരിദാർ ഇട്ടത് അയനേൻ്റെ അമ്മയാണ്. അപ്പോൾ അവർ അച്ഛൻ നാട്ടിലില്ല, അച്ഛൻ ഗൾഫിൽ നിന്ന് വിളിക്കുക കേട്ടോ. അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്.
അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയൊക്കെയായി പരിപാടി. എന്തെങ്കിലും വർത്താനം ഉണ്ടെങ്കിൽ പറ. എന്താ പാവണ്ടാവോ അത് ഗുരു വന്നാലോ ലാസ്റ്റ് അടിയാവും. ഐ ലവ് യു എന്ന് പറ ഏട്ടാ. ഇനി നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങളും കഴിച്ചു, മോക്ക് ചോറൊക്കെ കൊടുത്തു, പിന്നെ മക്കൾ ഡാൻസൊക്കെ കളിച്ചു. പരിപാടി വിചാരിച്ചതിലും അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഇനിയും വ്ളോഗുകൾ വരാനുണ്ട്. കല്യാണം വരികയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്ളോഗുകളും കാര്യങ്ങളും വീഡിയോസൊക്കെ ഉണ്ടാവും. എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.